ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അന്വേഷണങ്ങൾക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പാത്തൂസിന് കുറഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പാത്തുവിന് കുറഞ്ഞു. നമുക്ക് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവൾ ഹെൽത്ത് വൈസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പം അടുത്ത തിങ്കളാഴ്ച തൊട്ട് അവളെ സ്കൂളിൽ വിടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇടാനായിട്ട് താമസിച്ചത് എന്താണെന്ന് വെച്ചാൽ അവളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസത്തേക്ക് അവളുടെ കൂടെ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആ ഒരു പണിയിലേക്കൊന്നും പോകാതെ അവളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി ഈ ഒരു വീഡിയോ വന്നിട്ട് 2 ദിവസത്തെ വീഡിയോ കേട്ടോ. അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിലേക്ക് പോയി, അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പോകുന്നതിൻ്റെ തലേന്നുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു വൈകിട്ട് തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളും അച്ഛനും അമ്മയും തിരിച്ചു പോകുന്നതുമായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് എന്താ അച്ഛനും അമ്മയും തിരിച്ചു പോയതെന്ന്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുമ്പിളപ്പം ചക്കയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പം അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്ന ചക്കപ്പഴം തന്നെയാണ്. പക്ഷേ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാനിരുന്നപ്പോഴാണ് ആശുപത്രിയിലൊക്കെ പോയി വയ്യാതെയൊക്കെ വന്നത്. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സമയം കിട്ടിയപ്പോൾ നമ്മളതെടുത്തിട്ട് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാൻ ചക്കപ്പഴം അരിഞ്ഞതിന് ശേഷം അത് കുക്കറിലിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ഒരു ടിപ്പാണ്. അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്. പൊതുവെ എല്ലാവരും ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മളിങ്ങനെ കുക്കറിൽ ഒരു 3-4 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചക്കപ്പഴം വെന്ത് കിട്ടും. അതുപോലെ തന്നെ മിക്സിയിൽ പിന്നെ അരയ്ക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാറ്റും. പാത്തു ഉറങ്ങുമായിരുന്നു. ഈ മഴയുടെ ബഹളമൊക്കെ ആയപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ അമ്മ അവളെയും കൊണ്ട് അവിടെ പോയിരുന്നു. അമ്മ എനിക്ക് ചക്കപ്പഴമൊക്കെ വെട്ടി തന്നു. അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം കുക്കറിൽ നമ്മൾ അടിച്ച് ആ ഒരു ചക്കപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ ഈ ചക്കപ്പഴം കുക്കറിൽ അടിച്ചിട്ട് ചക്കയപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് കൂടുതലായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചക്കപ്പഴം വേവിക്കുന്ന സമയത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു ഉരുളി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചിരുന്നത് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നാട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്ന പതയൻ ശർക്കരയാണ്. നമ്മുടെ ഉണ്ട ശർക്കരയല്ല, ലിക്വിഡായിട്ട് കിട്ടൂലേ, ആ ശർക്കര കൊണ്ടുവന്നത്. ഞാൻ ഒന്നുകൂടി ഒന്ന് ഉരുക്കിയിട്ട് അതിലെ അഴുക്കൊക്കെ കളഞ്ഞ് അരിച്ച് വെച്ചിരുന്ന ശർക്കരയാണ്. അത് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. നല്ല മധുരമുള്ള ശർക്കര കേട്ടോ. അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചക്കപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലൊന്നും അടിച്ചിട്ടില്ല, നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അത് ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചക്ക വരട്ടുന്ന അതേ പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നിട്ട് നമ്മളത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ ചക്കയിടയ്ക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർക്കണം. ഇപ്പം ഞാൻ 2 ഗ്ലാസ്, ഗ്ലാസിൻ്റെ അളവിനാണെങ്കിൽ 2 ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പഞ്ചസാര ഇട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താണ്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ എത്ര വേണം എന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5-8 ഏലക്കായും കുറച്ച് ജീരകവും കൂടെ പൊടിച്ചതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ മധുരം ഒന്ന് ബാലൻസ് ആകാനായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനിയിപ്പം നമ്മളിതിലേക്ക് അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഒരുപാട് വാരി ഇട്ട് കഴിഞ്ഞാൽ ചക്കപ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ നോക്കി കുറച്ചായിട്ട് ആഡ് ചെയ്യണം. അപ്പം ഞാനിപ്പം 1 കപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം
അന്നേരം കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു ബാറ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ 2 കപ്പ് അരിപ്പൊടി മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു മാവ്. ഇനിയിപ്പം കൈകൊണ്ട് കുഴയ്ക്കാനാവുന്ന ഒരു ചൂടിലേക്ക് എത്തുന്നിടം വരെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ പാത്തു ആണെങ്കിലുള്ള ലോഷനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അമ്മ മേക്കപ്പ് ചെയ്യട്ടെ, അമ്മ സുന്ദരിയാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടാറിയിട്ടില്ല, ആവശ്യത്തിന് ചൂടുണ്ട് താനും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിതിനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു ഇടനയില, അതുപോലെ വഷ്ണയില എന്നും പറയും. അപ്പം ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ കുമ്പിള് കൊത്തി കുറച്ചായിട്ട് എടുത്ത് മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുമ്പിള് കുത്താനൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ചിലരാണെങ്കിൽ ഈർക്കിൽ കുത്തി വെച്ചിട്ട് ചെയ്യാറുമുണ്ട്. നമ്മളിങ്ങനെയാട്ടോ സാധാരണ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. അത് കണ്ടിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നും ഫില്ല് ചെയ്തെടുത്ത് വെക്കുകയാണേ. അപ്പം കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പം അരിപ്പൊടി തന്നെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുമ്പിളപ്പം ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇടനയിലേക്കകത്തെല്ലാം ഫില്ലാക്കി വരുന്ന സമയം കൊണ്ട് തന്നെ അമ്മ ആണെങ്കിൽ മൾട്ടി സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ആവിയിൽ അത് വേവാനായിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മൾ കുമ്പിളപ്പം എല്ലാം കുമ്പിള് കുത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മൾട്ടി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലിരുന്ന് ആവിയിൽ വെന്ത് വരണം. അപ്പോഴാണ് ആ ഒരു മണവും അതുപോലെ ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ചപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും ധാരണയില്ലാത്ത കാര്യമാണ് പീരിയഡ്സ് അഥവാ ആർത്തവം എന്ന് പറയുന്നത്. എന്നാൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പഴയ കാലത്തൊക്കെ രഹസ്യമാക്കി വെക്കുന്ന ഒരു പതിവായിരുന്നു ഇത്. എന്തോ ഒരു നാണക്കേട് പോലെയാണ് എല്ലാവരും കണ്ടിരുന്നത്. എല്ലാ മാസവും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കണം, പ്രത്യേകിച്ച് പുരുഷന്മാർ. നിങ്ങളുടെ അമ്മയും പെങ്ങളും ഭാര്യയും പെൺമക്കളാണെങ്കിൽ അവരും അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ മനസ്സിലാക്കി പെരുമാറാനായിട്ട് ഓരോ ആണിനും സാധിക്കണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. ചിലർക്ക് ദിവസങ്ങളോളം സഹിക്കാനാവാത്ത വയറുവേദനയും നടുവിന് വേദനയും ഒക്കെ ഉണ്ടാവും. ചിലർക്ക് ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാവും, ഛർദി, തലചുറ്റൽ, ശാരീരിക വേദന, അങ്ങനെ പല ബുദ്ധിമുട്ടുകളാവാം. ആ ഒരാഴ്ച തന്നെ എങ്ങനെ കടന്നു പോകുമെന്നോർത്ത് എല്ലാ മാസവും ഭയപ്പെടുന്നവരുണ്ട്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും. സാനിറ്ററി പാഡിൻ്റെ പരസ്യം TV-യിൽ കണ്ടാൽ TV ചാനൽ മാറ്റിവെക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇവരുടെ അറിവില്ലായ്മ തന്നെയാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ്, ചേച്ചിമാർ, അമ്മമാർ, അനിയത്തിമാർ, ഭാര്യമാർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കളിയാക്കരുത്. ദയവ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മനസ്സിലാക്കി പെൺകുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട് കേട്ടോ. അതിൽ ഒരാളാവാൻ നിങ്ങളും ശ്രമിക്കുക. ഈ പീരിയഡ്സ് ടൈമിൽ വീട്ടുജോലികൾ ചെയ്ത് മക്കളെയും നോക്കി ജോലിക്കും പോകുന്ന സ്ത്രീകളുണ്ട്. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന പെൺകുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഓരോരുത്തരും. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആശ്വാസവാക്കുകളും കെയറിങ്ങുമാണ്. ചില ഭർത്താക്കന്മാർ ഈ ഒരു സമയത്ത് എല്ലാ മാസവും ഉള്ളതല്ലേ, എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതല്ലേ, നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കും. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും അവരെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴിവതും അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആശ്വാസവാക്കുകൾ പറയുക. ഒരു കപ്പ് ചൂട് ചായ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കൂ. ഇത് ഭാര്യയ്ക്ക് മാത്രമല്ല, അമ്മയ്ക്കും പെങ്ങൾക്കും സഹോദരനായും മകനായും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓരോ അമ്മമാരും മക്കളെ ചെറുപ്പത്തിലെ തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അവർ അറിഞ്ഞു വളരട്ടെ. ഇതുള്ളത് കൊണ്ടാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ ഇന്ന് ഉള്ളത് എന്ന്. അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികളെയും റെസ്പെക്റ്റ് ചെയ്യാനായിട്ടും പഠിക്കട്ടെ. ഒരു നല്ല കുടുംബം ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു സമൂഹവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ കുമ്പിളപ്പം ഒക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് അമ്മ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പിളപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ കറണ്ട് പോയി. മഴ ആയതുകൊണ്ട് തന്നെ കറണ്ട് അങ്ങ് പോയി. അപ്പോൾ കുമ്പിളപ്പം വെന്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് കുറച്ച് കുമ്പിളപ്പം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ കറണ്ട് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുമ്പിളപ്പം കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പമായിരുന്നു.
കണ്ടേ, ഇത് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ആ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു നാര് പോലെ അത് വലിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പാത്തുവിനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലായിടത്തും ചക്കപ്പഴം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചക്കയപ്പം ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചക്കയപ്പമൊക്കെ കൂട്ടി ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ പാത്തു ആണെങ്കിൽ കണ്ടോ, ചൂടോടെ തന്നെ അവളും കഴിക്കുന്നുണ്ട്. ഇത് ചൂടാറിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പാത്തു അമ്മയും കൂടെ വിളക്ക് കത്തിക്കുകയാണ്. അപ്പം പാത്തൂസിന് സാമ്പ്രാണി കത്തിക്കണം എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അമ്മയെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കറണ്ട് വന്നു. അപ്പോൾ അവിടെ ഇരുന്ന് പാത്തു നാമം ചൊല്ലുന്നുണ്ട്, അമ്മ അവിടെ നാമം ജപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റും വീശുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നാമജപം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് പാത്തുവിന് കൊണ്ടുവന്ന് ഉടുപ്പായിരുന്നു കേട്ടോ. പാവാടയും ടോപ്പും ആയിരുന്നു. അപ്പോൾ അത് ഇതുവരെ ഒന്ന് ഇട്ട് നോക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ അതൊന്ന് ഇടിയിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞാനതൊന്ന് ഇടിയിപ്പിച്ചാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇട്ടപ്പോൾ തൊട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ. പിന്നെ തണുപ്പായതുകൊണ്ടാണ് സോക്സൊക്കെ ഇടിയിപ്പിച്ച് വിട്ടേക്കുന്നത്. പനി ഇന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും പാത്തും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് വന്ന് പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കഴുകാനായിട്ട് എടുക്കുകയാണ്. അരി കഴുകി റൈസ് കുക്കർ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിലും രാവിലെ എടുത്തൊന്ന് തിളപ്പിച്ച് വാർത്താൽ മതിയാകും. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഉണക്കക്കൊഞ്ച് തീയലായിരുന്നു വെച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്നത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വൈകിട്ട് നമുക്ക് കഴിക്കാനായിട്ട്. രാത്രിയിൽ ഇന്ന് ചോറ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദിനു ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഒരു 8:30 ആവും ദിനു ഓഫീസിൽ നിന്ന് തിരിച്ചെത്താനായിട്ട്. അപ്പോൾ ദിനു വന്നപ്പോഴത്തേക്കും പാത്ത് ഓടിപ്പോയി പാത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കറികൾക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് കുമ്പളങ്ങ ഞാൻ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം കുമ്പളങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കോവയ്ക്ക അരിഞ്ഞെടുക്കുകയാണ്, കോവയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പണി ഒത്തിരി എളുപ്പമായിരിക്കും. രാവിലെ ജസ്റ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മാത്രം മതി. അരിയാനായിട്ടൊക്കെ പോകുമ്പോഴാണല്ലോ ഒരുപാട് സമയം എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും 2 ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിയും. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ അതെല്ലാം വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും അച്ഛനും പാത്തും കൂടി ഇവിടെ എല്ലാം തൂത്തു വരും കേട്ടോ. അവിടെ എല്ലാം ഓരോന്ന് പൊടിച്ച് അഴുക്കാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചൂലെടുത്തപ്പോഴത്തേക്കും അവൾ അടുത്ത ചൂലും എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ തൂക്കുന്നതെല്ലാം തിരിച്ച് തൂത്തിടുമായിരുന്നു. പിന്നെ പാത്തുവിനമ്മ ചോറ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അതിന് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് പരിപ്പ് കറിയുണ്ട്, അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട്, കൊഞ്ച് തീയലുണ്ട്, പപ്പടം, രസം, അങ്ങനെ കുറച്ച് കറികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാളെ അച്ഛനും അമ്മയൊക്കെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം പാത്രമൊക്കെ കഴുകി ഫുൾ അടുക്കളയും അതുപോലെ തന്നെ ഹോളും ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്നും രാത്രിയിൽ ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ കിടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വൈകിട്ട് 5 മണിക്കാണ് അച്ഛനും അമ്മയ്ക്കും ട്രെയിൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നത് എന്താണെന്ന് പറയാം. കഴിഞ്ഞ മാസം വന്ന് നിന്നപ്പം അച്ഛനെയും അമ്മയും നമ്മളിവിടെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേരിക്കോസ് ഉണ്ട് 2 പേർക്കും. അങ്ങനെ കാണിച്ചപ്പം അമ്മയ്ക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അമ്മയെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ വന്നത്. അങ്ങനെ നമ്മൾ അവരെ ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ചായിരുന്നു. കാണിച്ചപ്പോഴത്തേക്കും അമ്മയുടേത് സർജറി വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അതും ട്രെയിനെ കയറിയപ്പോൾ എന്തിനാ കരഞ്ഞ് അച്ഛൻ്റെ അടുക്ക പോകണം അതല്ലേ. എന്താ മക്കളെ
അപ്പോൾ സർജറി ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും തിരിച്ചു പോയി നാട്ടിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെയും കൂടെ കാണിക്കാം, അമൃതയിലൊന്ന് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്, തിരക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ദിവസം നിൽക്കേണ്ട, ഈയിടെ വന്ന് കുറച്ച് ദിവസം നിന്നതല്ലേ എന്നും പറഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും തിരിച്ചു പോയി. പാത്തുവിനും നല്ല സങ്കടമായി, കുറച്ച് ദിവസം കൂടെ അവരുണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.